ആരാ മനസ്സിലായില്ല? അഴകപ്പനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പച്ചച്ചോറിൽ പഴിപ്പിച്ച് കാന്താരി മുളക് തേച്ച് ചന്തിക്കിട്ടടിക്കണം. ഒന്നാം പ്രതി നിഹാദ് അടക്കം ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാലാം പ്രതി മമ്മു എന്ന മുഹമ്മദ് വീട്ടിലുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ? നീ നേരത്തെ സോഷ്യൽ മീഡിയ അഭിമുഖത്തിൽ വന്നിരുന്ന് താൻ അയൽവാസിയുടെ വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നടക്കം തുറന്നു പറഞ്ഞിട്ടുള്ള യുവാവാണ് ഈ മുഹമ്മദ് എന്ന മമ്മു. എന്തായാലും നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ യഥാർത്ഥത്തിൽ ഈ കേസിലെ നാലാം പ്രതിയാണ്. ഒന്നാം പ്രതി നിഹാദ് എന്ന തൊപ്പിയാണ്. പിന്നീട് ജാസി, അടപ്പം തന്നെ ഷമീർ, ഇവരെല്ലാം പ്രതികളാണ്. ഇതിലെ നാലാം പ്രതിയാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഈ 4 പേരും ചേർന്ന് വീഡിയോ സ്ട്രീമിലൂടെ ഇതിലൊരു ഭാഗവുമല്ലാത്ത, ഒരു പങ്കുമില്ലാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. വീഡിയോയിൽ, അതായത് തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇവരൊരു 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വീഡിയോ സ്ട്രീം ചെയ്യുകയും ആ വീഡിയോയിൽ ഗായകൻ ഹനാൻ ഷായെ പരാമർശിക്കുകയും ഹനാൻ ഷായുമായി തൊപ്പിക്ക് വൈരാഗ്യമുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ഇതേ തുടർന്നാണ് ഒരു കാര്യവുമില്ലാതെ ഹനാൻ ഷായുടെ സുഹൃത്തുക്കളിൽ ഒരാളായ യുവാവിന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഈ വീഡിയോയിൽ വരുന്നത്. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്?